നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അമേരിക്കയിലും ഇസ്രായേലും ചേർന്ന് ഒരു രാജ്യത്ത് ആക്രമണം നടത്തിയാൽ ഇവിടെ നമുക്ക് എന്താണ് എന്ന് വിചാരിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പണ്ട് ട്രംപ് പറഞ്ഞത് ഇറാനിലെ ഭരണമാറ്റമായിരുന്നു. പിന്നീട് ട്രംപ് പറഞ്ഞു ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ പൊരുതാൻ തന്നെ, പ്രത്യാക്രമണം നടത്താൻ തന്നെ ഉറപ്പിച്ച മട്ടാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ യുദ്ധം അവസാനിക്കുക? ഇതിൽ ഇന്ത്യ ഒരു കക്ഷിയാവുകയാണ്. നമുക്ക് വലിയ രീതിയിൽ ക്ഷാമം അത് അനുഭവപ്പെടുന്നുണ്ട്. വാതകക്ഷാമം അനുഭവപ്പെടുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള, നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ രീതിയിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന, നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഹോട്ടലുകളൊക്കെ അടച്ചു പോവുകയാണ്. അപ്പോൾ ക്ഷാമമില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും ക്ഷാമമുണ്ടെന്ന് നമുക്ക് പുറത്തിറങ്ങിയാൽ കാണാൻ കഴിയും. എന്ന് ഈ യുദ്ധം അവസാനിക്കും? ഇതാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചോദിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളായി വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ്, അതോടൊപ്പം തന്നെ ദുബായിൽ നിന്ന് ഖലീജ് ടൈംസിന്റെ മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ ഉടമ രാജീവ് കൂടി നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ്. നമുക്ക് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ്, ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ ഒന്ന് കാണാം. ഇന്ന് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ച ഈ വീഡിയോ, അതിൽ അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുന്നത് ഖാർഗ് ദ്വീപുകളാണ്. എന്തുകൊണ്ട് ഖാർഗ് ദ്വീപുകൾ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമുണ്ട്. ഇറാന്റെ എനർജി സെക്ടർ അതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇറാന്റെ 90% എനർജി ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന മേഖലയാണത്. പ്രൊഫസർ ജോസഫ് ആന്റണി, എന്തുകൊണ്ട് ഖാർഗ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? നമുക്ക് 2 ദിവസം മുമ്പ് ഈ ഇസ്രായേൽ ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയതും അതിനോട് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് നമ്മൾ കണ്ടു. ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്നാണ് നമ്മൾ വാർത്തകളിലൂടെ കണ്ടത്. അദ്ദേഹം വളരെ ശക്തമായി ഇറാന്റെ ഭരണ നേതൃത്വത്തെ കുറ്റം പറഞ്ഞു, വഴക്ക് പറഞ്ഞു എന്നാണ് കണ്ടത്. കാരണം നിങ്ങൾ ഒരു കാരണവശാലും ഈ ഇറാന്റെ ഉൾപ്പെടെയുള്ള എണ്ണ സംഭരണികളെ, എണ്ണ പ്ലാന്റുകളെയും ആക്രമിക്കരുത്, അത് ലോകത്ത് വലിയ എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കും, അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ ട്രംപാണ് ഇന്ന് ഇറാന്റെ എണ്ണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് വളരെ വലിയ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. എന്താണ് ആ നീക്കത്തിൻ്റെ ഭാഗം? നമുക്കെല്ലാവർക്കും അറിയാം. ഇത് കാണിക്കുന്ന ഒരു സൂചന എന്താണ്? അമേരിക്കൻ ഭരണകൂടം എന്ത് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങിയത്? അമേരിക്കൻ ഭരണകൂടം യുദ്ധം തുടങ്ങിയത് ഇവരുടെ ആണവ പ്ലാന്റുകളെ ഇല്ലാതാക്കുക, ഭരണകൂടത്തെ ഇല്ലാതാക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെ ഇല്ലാതാക്കുക, ഈ അവരുടെ സഹായികളായിട്ടുള്ള ഹമാസ്, ഹൂതി, ഹെസ്ബൊള്ള എന്ന് പറയുന്ന ആളുകൾക്ക് ഇവർ സഹായം നൽകാതിരിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആക്രമണം തുടങ്ങിയത്. ആക്രമണം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇന്ന് 15ാമത്തെ ദിവസമാണ്. 15ാമത്തെ ദിവസം നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഭരണകൂടം മാറിയില്ല എന്ന് മാത്രമല്ല, ഭരണകൂടത്തെ ഞങ്ങൾ മാറ്റും എന്ന് മാത്രമല്ല, അതിനുശേഷം പരമോന്നത ഭരണാധികാരിയെ കൊന്നുകഴിഞ്ഞാൽ പിന്നാലെ വരുന്ന ആളിനെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ ആളിനെ അവർ തീരുമാനിച്ചു. അതിനകത്ത് ട്രംപിന് യാതൊരു പങ്കുമില്ല എന്ന് മാത്രമല്ല, എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമുക്ക് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലെ നമ്മുടെ അടുക്കളയിൽ വരെ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ പ്രതിസന്ധികൾ, യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ, യുദ്ധത്തിൻ്റെ സങ്കീർണതകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ അമേരിക്കയുടെ യുദ്ധകാര്യ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്തും അദ്ദേഹത്തിൻ്റെ സേനാധിപനായിട്ടുള്ള ഡാൻ കെയ്നും ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തി അതിനകത്ത് ഈ ഡാൻ കെയ്ൻ എന്ന് പറയുന്ന, ജനറൽ ഡാൻ കെയ്ൻ എന്ന് പറയുന്ന അവരുടെ സർവ്വസൈന്യാധിപൻ, സേനകളുടെ നേതാവായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത്, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് വളരെ ഈ ട്രംപൊക്കെ പറയുന്ന പോലെ, പീറ്റ് ഹെക്സത്തൊക്കെ പറയുന്ന പോലെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്ന തരത്തിലുള്ളൊരു യുദ്ധമല്ല, മറിച്ച് ഈ യുദ്ധ
യുദ്ധത്തിനിറങ്ങിയപ്പോൾ അമേരിക്ക മനസ്സിലാക്കാതെ പോയ വളരെ വലിയ ഒരു കാര്യം, ഈ യുദ്ധം എന്ന് പറയുന്ന പ്രദേശം കേവലം ഒരു രാജ്യമല്ല, ഈ രാജ്യത്തിന് ചുറ്റും ലോകത്തെ നിയന്ത്രിക്കുന്ന റിസോഴ്സ് റിച്ച് ആയിട്ടുള്ളൊരു മേഖലയാണ്. അതായത് ഈ നമ്മുടെ ലോകത്തിനെ ചലിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എണ്ണയും ഗ്യാസും അതിനുള്ള വാതക ഗ്യാസും വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് യുദ്ധത്തിനിറങ്ങുമ്പോൾ ഈ പറഞ്ഞ റിസോഴ്സസ്, എണ്ണ എന്ന് പറയുന്ന റിസോഴ്സസ് ഒരു ആയുധമായി മാറും എന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്ക് ഉണ്ടായില്ല. അവിടെയാണ് ഈ കുഴപ്പം പറ്റിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ അടിച്ചേൽപ്പിച്ച യുദ്ധം, നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചില്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക ആക്രമിച്ചില്ല. അങ്ങനെ ആക്രമിക്കാത്ത ഒരു രാജ്യത്തിനെതിരായി രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് സംഘടിതമായി ആക്രമണം നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു അസമമായ യുദ്ധമാണ്, അൺഈക്വൽ വാറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും അതോടൊപ്പം സൈനിക ശക്തിയായിട്ടുള്ള ഇസ്രായേലും, പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള ഇസ്രായേലും ഇറാൻ എന്ന് പറയുന്ന താരതമ്യേന ഇപ്പോൾ പല കാരണങ്ങളാൽ ദുർബലമായി നിൽക്കുന്ന രാജ്യത്തിനെതിരായി യുദ്ധം നടക്കുമ്പോൾ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ അന്തർദേശീയ നിയമങ്ങളെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 51 എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ യുദ്ധം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നൊക്കെ പീറ്റ് ഹെഗ്സത്ത് പറയുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറുകൾ ഒന്നും തന്നെ ഒരു രാജ്യത്തിനെതിരെ ഒരു കാരണമില്ലാതെ ആക്രമണം നടത്താൻ ഒരാൾക്കും അവകാശം നൽകുന്നില്ല. അങ്ങനെ എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും അമേരിക്ക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ചട്ടപ്രകാരമുള്ള ലോകക്രമം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചട്ടങ്ങൾ അനുസരിക്കണം, എഗ്രിമെന്റുകൾ അനുസരിക്കണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അമേരിക്ക. ആ അമേരിക്ക നമുക്ക് കാണുന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയെ അവഗണിക്കുന്നു. ലോകത്തുള്ള നമ്മുടെ അടുക്കളയിലേക്കും ഈ യുദ്ധം എത്തിയിരിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരെയും ബാധിച്ചു തുടങ്ങാൻ പോവുകയാണെന്ന്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അതിനെക്കുറിച്ച് ഒരുപക്ഷെ കൂടുതൽ സംസാരിക്കാൻ കഴിയുക ശ്രീ രാജീവനാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ആശ്രയിക്കുന്ന ഒരു ഹോട്ടലിന്റെ ഉടമയാണ്, ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടലിന്റെ ഉടമയാണ്. ശ്രീ രാജീവ്, എന്താണ് ഹോട്ടലിന്റെ സ്ഥിതി? ഞങ്ങളുടെ ഹോട്ടൽ ആരംഭിച്ചിട്ട് ഏകദേശം 49 വർഷമായി. ഇങ്ങനെയൊരു പ്രതിസന്ധി ഇതുവരെ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല. ഗ്യാസിൽ ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന വിറക്, പിന്നെ കാലക്രമേണ മാറ്റം കൊണ്ട് നമ്മൾ പിന്നെ ഗ്യാസിലോട്ട് മാറുകയും വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ എല്ലാ സമയത്തും നമുക്ക് LPG ഗ്യാസ് ലഭിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പൊടുന്നനെ പെട്ടെന്ന് തന്നെ അതായത് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഈ സ്കേഴ്സിറ്റി ഉണ്ടായി. ഗ്യാസിൻ്റെ ലഭ്യത കുറഞ്ഞു വന്നു. എനിക്ക് ഇന്ന് കൊണ്ട് എൻ്റെ LPG ഗ്യാസിൻ്റെ ലഭ്യത തീർത്തും ഇല്ലാതായി. ഇനി ഞങ്ങൾ നോക്കുന്നത്, ഇനി മുന്നോട്ട് പോകണമെങ്കിൽ 100-ൽ പരം ഐറ്റം ഞങ്ങളുടെ മെനുവിലുണ്ട്. അതിൽ നിന്നും നമുക്കൊരു 15 മെനു സെലക്റ്റഡ് ഐറ്റംസ് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഇത് കസ്റ്റമർ കഴിക്കുന്ന സ്ഥിതിവിശേഷം ഇതുവരെ, അതായത് ഇന്നലെ വരെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന സാധനം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സാധ്യതയില്ല. വളരെയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. ലഭ്യത കുറവാണ്. വിറകിന് പോവുകയാണെങ്കിൽ വിറകിന് കിലോ 6 രൂപയായിരുന്നത് ഇപ്പോൾ അത് 15 രൂപയിൽ കൂടുതലായി. ആ വിറകിലോട്ടും പോകാത്ത സ്ഥിതി. പക്ഷേ ഈ നമുക്ക് വരുന്ന റെഗുലർ കസ്റ്റമേഴ്സിനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ വിറകിലോട്ട് മാറിയേ പറ്റുള്ളൂ. നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകണം. പിന്നെ റോ മെറ്റീരിയലിൻ്റെ ഭാഗത്തോട്ട് എനിക്കറിയില്ല, ഓരോ ഹോട്ടലിലും വ്യത്യാസമായിരിക്കും. ഈ വിറകടുപ്പ് എല്ലാ ഹോട്ടലുകൾക്കും അത് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പം പലയിടത്തും ചെറിയ സ്പേസ് പരിമിതിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വിറകടുപ്പ് പ്രായോഗികമാണോ എല്ലാ ഹോട്ടലുകൾക്കും? സ്ഥലമുള്ളവർക്ക് അല്ലെങ്കിൽ ചുറ്റും സ്ഥലമുള്ളവർക്ക് മാത്രമല്ലേ അത് സാധ്യമാവുകയുള്ളൂ? തീർച്ചയായും സ്ഥലമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മോഡേണൈസ് ചെയ്ത കിച്ചണുകളിൽ ഇതൊന്നും സാധ്യമല്ല. കാരണം AC-യും ബാക്കിയുള്ള സെറ്റപ്പുകളും എല്ലാം ഉള്ളവർക്ക് ഈ ഒരു വിറകടുപ്പ് അസാധ്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേറെ സ്ഥലം കണ്ടെത്തി വർക്ക്ഷോപ്പിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രിപ്പയർ ചെയ്ത് സാധനം കൊണ്ടുവരേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ചൂടാക്കി കൊടുക്കാനോ ഒന്നും സാധിക്കത്തില്ല. എങ്ങനെയാണ് ഭക്ഷണം ഇരിക്കുന്ന ആ രീതിക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം രുചികരമായ ഭക്ഷണം നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഒട്ടും സാധിക്കത്തില്ല. മറ്റൊരു സ്ഥിതിവിശേഷമുള്ളത്, നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ്, വെജിറ്റബിൾസ്, പലവ്യഞ്ജനം, ഇതെല്ലാം 25% പ്രൈസ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. പലതും നമ്മുടെ മാർക്കറ്റിൽ കിട്ടാത്ത അവസ്ഥയാണ്. വെജിറ്റബിൾസിന് നല്ല വില വരുന്നുണ്ട്, ഓയിലിനും അതുപോലെ കൂടുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ
തൊഴിലാളികൾക്കും വളരെയധികം ബുദ്ധിമുട്ട്, അവർക്ക് ആശങ്കയുണ്ട്. എത്രത്തോളം പല ഹോട്ടലുകളും പൂട്ടിയപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം നാട് വിട്ടു പോവുകയും ചെയ്തു. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കും എല്ലാം നമ്മുടെ സ്റ്റാഫുകൾ പോയി തുടങ്ങി. ഇത് മറ്റൊരു പ്രതിസന്ധിയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. മനസ്സിലായി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഭാസ്കർ രാജ്, താങ്കൾ അവിടെ ദുബായിലാണുള്ളത്, മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് ചോദിക്കും, നമുക്ക് പ്രവാസികളുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളുണ്ട്. കാരണം നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രവാസി, ഒരു പരിചയമുള്ള ഒരു സുഹൃത്തോ ഒരു കുടുംബാംഗമോ ഒരു ബന്ധുവോ ഈ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ ഒക്കെ അവിടെ വർഷങ്ങളായി ഉണ്ടാകും. അപ്പം അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഭീതിയാണ്, ഒരു ടെൻഷനാണ്. പക്ഷേ ഭരണകൂടം കൂടെയുണ്ടെന്ന ശക്തമായ ഉറപ്പുണ്ട്. നിലവിൽ വാണിജ്യപരമായി നോക്കുമ്പോൾ അവിടേക്ക് വരുന്ന ദുബായ് ടൂറിസത്തിന് ഏറ്റവും വലിയൊരു ഏരിയ ആണ്. ആ ടൂറിസം സാധ്യതകളെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ക്രൈസിസ് ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ദുബൈയിൽ നമ്മൾ അനുഭവപ്പെടുന്നില്ല. അതായത് ഉണ്ട്, ഇപ്പോൾ ഡ്രോൺ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഡ്രോൺ ഡെബ്രി വീഴുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ക്രൈസിസ് ഇല്ല. ഇപ്പോൾ ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയാവുന്ന തരത്തിലാണ്. കാര്യം അപൂർവം ചില കമ്പനികളെ മാത്രമേ, പ്രത്യേകിച്ച് അമേരിക്കൻ ബാങ്കുകളെയും അമേരിക്കൻ സ്ഥാപനങ്ങളെയും മാത്രമേ യഥാർത്ഥത്തിൽ നേരിട്ട് ബാധിക്കുന്ന വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്റ്റാഫിനോട് അവർ പോകാൻ, അവരോട് തൽക്കാലം മാറി നിൽക്കാൻ പറയുക, ഇവാക്യുവേഷൻ മറ്റും നടത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയാനൊക്കും. ആകെ നമ്മൾ ബാധിച്ചിട്ടുള്ള 2-3 മേഖലകളിൽ പ്രധാനമായിട്ടും ടൂറിസം വരവ് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും നോർമൽ സർവീസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ്. കാര്യം ഇന്നലെ മാത്രം 78 സർവീസാണ് അവർ ചെയ്തിട്ടുള്ളത്. UAE-യിൽ നിന്നും ഇങ്ങോട്ടും അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈസിസ് നമ്മൾ ഈ കാണുന്നത് പോലെ അല്ലാതെ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഈ പറയുന്നത് പോലെ വലിയ ഒരു ഉണ്ട്, ഭീഷണിയും ഭീതിയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ജനങ്ങൾ യഥാർത്ഥത്തിൽ ഓഫീസുകൾ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. ചില ഓഫീസുകൾ മൊത്തം, സ്കൂളുകൾ മാത്രമേ കുറച്ചിട്ട് അടച്ചിട്ടുള്ളൂ. അത് തന്നെ ഇപ്പോൾ വെക്കേഷൻ തുടങ്ങിയാണ്. ഈ സമയത്ത് മാത്രം നമ്മൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഓഫീസുകൾ മാത്രമേ ഉള്ളൂ വർക്ക് ഫ്രം ഹോം ആക്കിയിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് ആസ് യൂഷ്വൽ ആണ് ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കാണാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രൈസിസ് ഇല്ല. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഈ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ, ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ, അതായത് ഇന്ത്യയിലേക്കുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാൻഡഡ്, അതായത് ഏതെങ്കിലും പോർട്ട് ഓഫ് ലാൻഡിൽ അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനിൽ, അതായത് നമ്മൾ ഏറ്റവും താഴെത്തട്ടിൽ വരെ എത്താനായിട്ട് മിനിമം ഒരു 20 ദിവസമെങ്കിലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ക്രൈസിസ് തുടങ്ങിയിട്ട് ഇപ്പോൾ അത്ര നാഴികത്തന്നെങ്കിലും പെട്ടെന്ന് ഇത്രയും വലിയ ഷോർട്ടേജ് വരാനായിട്ട് യാതൊരു സാധ്യതയുമില്ല, കാരണവുമില്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ കാണാവുന്നത് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ യഥാർത്ഥത്തിൽ ഇൻഎഫിഷ്യൻസിയാണ് കാണേണ്ടത്. കാരണം നമുക്കറിയാം, കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും വളരെ വിപുലമായ വിധത്തിൽ നടക്കുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇതുള്ളത്. കാരണം നമുക്കറിയാം, ഈ സാധനങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് ഗ്യാസ് സിലിണ്ടർ അവൈലബിൾ അല്ലെന്ന് പറയുമ്പോൾ തന്നെയും അവർക്ക് കൂടുതൽ പണം കൊടുത്തു കഴിഞ്ഞാൽ, കാര്യം ഒരു സിലിണ്ടറിന് 3000-ഓ 5000-ഓ ഒക്കെ നമ്മൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതൊരു പ്രോഫിറ്റീറിങ്ങിൻ്റെ കാര്യമാണ്, പൂഴ്ത്തിവയ്പ്പാണ്, കരിഞ്ചന്തയാണ് നമ്മൾ പ്രധാനമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്റർ ഇതൊരു എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് കുറച്ചും കൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടെ സുഗമമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസം മുൻപ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ, 13 സെക്കൻഡ് മാത്രമേ ഉള്ളൂ, ആ 13 സെക്കൻഡ് ട്രംപിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസക്തമായ ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം. And we've won. Let me say, we've won. You know, you never like to say too early you won. We won. We won the bet. In the first hour it was over. But we won. ശ്രീ PJ വിൻസെന്റ്, ഞാൻ ആ പ്രസംഗത്തിന്റെ, വലിയ പ്രസംഗമാണ്, പക്ഷെ അതിന്റെ ഒരു 13 സെക്കൻഡ് മാത്രമേ നമ്മളിപ്പോൾ കേട്ടുള്ളൂ. ആ 13 സെക്കൻഡിൽ 5 തവണയെങ്കിലും നമ്മൾ ജയിച്ചു എന്ന് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്നെ ട്രൂത്ത് സോഷ്യലിൽ ഇടുന്നു, കൂടുതൽ മെറൈൻസിനെ വെസ്റ്റ് ഏഷ്യയിലേക്ക് അയക്കുകയാണെന്ന്. വെസ്റ്റ് ഏഷ്യയിലേക്ക് മെറൈൻസിനെ അയക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അതായത് നിലവിൽ അവർ വ്യോമമാർഗം ഉപയോഗിച്ച അവരുടെ ആക്രമണം അത് അവർ വിജയിച്ച രീതിയിലെങ്കിലും അത് ആഗ്രഹിച്ച രീതിയിൽ, പ്രതീക്ഷിച്ച രീതിയിൽ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് മെറൈൻസിനെ അയക്കുകയാണ്. അടുത്തത് കരയുദ്ധമാണോ? PJ വിൻസെന്റിലേക്ക് നമുക്ക് മടങ്ങി വരാം. അദ്ദേഹവുമായിട്ടുള്ള
ഫോണിന് ചില സാങ്കേതിക തകരാറുകളുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, താങ്കളും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ആ പ്രതികരണം കേട്ട് കാണുമല്ലോ. എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന് ഓരോ ദിവസവും വന്ന് ഞാൻ ജയിച്ചു എന്ന് പറയേണ്ടി വരുന്നത്? അല്ല, ഇന്നിപ്പോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ മറീനുകളെ എന്തിനാണ് അയക്കുന്നത്? മറീനുകളെ അയച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വാർത്ത, ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ സെൻകോം, സെൻട്രൽ കമാൻഡ്, ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഈ ജപ്പാനിൽ നിന്നും ഈ എന്താണ് USS ട്രിപ്പോളി എന്ന് പറയുന്ന കപ്പലിൽ 2500ഓളം ആളുകളെ ഈ ആംഫീബിയൻ ഷിപ്പിന് അയക്കുന്നത്. ആംഫീബിയൻ ഷിപ്പിന് സ്വാഭാവികമായിട്ട് അയക്കുന്നത് അവർക്ക് വേണമെങ്കിൽ കരയിൽ ലാൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അയക്കുന്നത്? പ്രധാനമായിട്ടും ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ശ്രമം നടത്തുന്നത് എന്നാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം എന്തുകൊണ്ടുണ്ടായി? നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ഏതൊരു രാജ്യവും നേരിടുന്ന ഒരു പ്രശ്നം, എങ്ങനെ ഈ യുദ്ധം തുടങ്ങണം. ഇപ്പൊ നമ്മൾ അമേരിക്കയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്, എന്തിന് യുദ്ധം തുടങ്ങി, എത്ര നാൾ ഈ യുദ്ധം നിൽക്കും? അമേരിക്കയിലെ കോൺഗ്രസ് അംഗങ്ങൾ, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളോട് ചോദിക്കുന്നത്, എന്തിന് യുദ്ധം, ഞങ്ങളോട് പറയൂ. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാരും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് അംഗങ്ങളും അമേരിക്കൻ ഭരണകൂടത്തോട് ചോദിക്കുകയാണ്, എന്തിന് യുദ്ധം തുടങ്ങി, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എത്ര നാൾ നീണ്ടു നിൽക്കും, എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിക്കുക? ഇതിനോടൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പുറത്തുനിന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഈ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ്. അതായത് അമേരിക്കൻ ഭരണകൂടത്തിന് തന്നെ വളരെ കൃത്യമായ ഒരു ലക്ഷ്യമില്ല ഈ യുദ്ധത്തിന്. എങ്ങനെ, അതായത് അവർ പറഞ്ഞു, ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കും, ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ പ്രതിഷേധക്കാർക്ക് ഈ ഭരണം ഏൽപ്പിച്ചു കൊടുക്കും. ഇതൊന്നും അല്ല ലക്ഷ്യം. ഈ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ ഷിയ വിഭാഗത്തിൻ്റെയും സുന്നി വിഭാഗത്തിൻ്റെയും കുർദുകളുടെയും ബലൂച്ചുകളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഗോത്രങ്ങളെ ശക്തിപ്പെടുത്തി ആ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് അമേരിക്കയ്ക്കുള്ളത്. ആ ലക്ഷ്യം പോലും നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഗൾഫിലെ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, പിന്നെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എൻ്റെ കുടുംബത്തിലുള്ള ഒരു കുട്ടി കുറച്ച് ദിവസമായി അയാൾ പോയിട്ട് അത് പറയാണ്, ഇനി ഈ നാട്ടിൽ നിന്ന് വരുന്നവർ ചെറിയ ഉള്ളി കൊണ്ടുവരണം, കാരണം ഇവിടെ ചെറിയ ഉള്ളി കിട്ടാനില്ല, കിട്ടുന്നതിന് വില കൂടുതലാണ്. ന്യൂസിലാൻഡിൽ നിന്നുള്ള എൻ്റെ ഒരു സഹോദരൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു, അവിടെയും സാധനങ്ങൾക്ക് വില കൂടുതലാണ്. അതായത് ഈ ലോകത്തൊട്ടാകെ അമേരിക്കയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില വർദ്ധിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നു, ലോകത്തൊട്ടാകെ വില വർദ്ധിക്കുന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടാതാകുന്നു, ഗ്യാസ് കിട്ടാതാകുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കടകൾ, ഞാനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്നപ്പോൾ സാധാരണ നമ്മൾ 2-3 കടകൾ ചായ കുടിക്കുന്നതിനായിട്ട് നോക്കാറുണ്ട്. ആ തട്ടുകടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവസന്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജീവിതമാർഗങ്ങളെല്ലാം അടഞ്ഞു. എങ്ങനെ അടഞ്ഞു? അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് പിന്നെ ജോൺ മിയർഷീമർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അന്തർദേശീയ വിദഗ്ധനായിട്ടുള്ള വ്യക്തിയുടെ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയുടെ അടിയിൽ ഒരാൾ എഴുതിയൊരു കമന്റ് ഉണ്ട്, വളരെ രസകരമായ കമന്റ്. എന്താണ് എഴുതിയത്? ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ 40 വർഷമായിട്ട് ഒരു വിഡ്ഢിയായ അമേരിക്കൻ പ്രസിഡന്റിനെ കാത്തിരിക്കുകയായിരുന്നു, അവർക്കിപ്പോൾ ട്രംപിനെ കിട്ടി. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇങ്ങനെയുള്ള ആ അമേരിക്കൻ പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന നമ്മൾ കാണണം. ലോകം മുഴുവൻ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്താണ്? ലോകത്ത് എണ്ണവില വർദ്ധിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം എന്താണ്, ഞങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തെ ഈ പറഞ്ഞ ഈ ഒരു വിനാശത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട്, സംഘർഷങ്ങളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട്, ആളുകളെ പട്ടിണിയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി പറയാണ്, എണ്ണവില കൂടിയാൽ ഞങ്ങൾക്കാണ് നേട്ടം, കാരണം എന്താണ്, ഞങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് കിട്ടുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തെക്കുറിച്ച്, അതായത് നമുക്കറിയാം ബ്രഹ്മചെല്ലാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദേശകാര്യ വിദഗ്ധനുണ്ട്. ആ ബ്രഹ്മചെല്ലാനി എന്ന് പറയുന്ന ഈ വിദഗ്ധൻ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയും ഭീകരനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ കണ്ടിട്ടില്ല. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ട്രംപ്, അതായത് ഹിറ്റ്ലറെക്കാൾ അപകടകാരിയായിട്ടുള്ള ഭരണാധികാരിയാണ് ട്രംപ് എന്ന് വരെ പറഞ്ഞു. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, നമുക്കറിയാം യുദ്ധം ഇന്ന് 15ാം ദിവസമാണ്. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. യുദ്ധം ഇപ്പോൾ 15ാം ദിവസമാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസക്കിയായും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയായ അലി ലാരിജാനിയും വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഖാച്ചിയും ഒക്കെ പുറത്തിറങ്ങി ഒരു റാലിയിൽ പങ്കെടുത്തിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ നിരുപാധികം കീഴടങ്ങണം എന്ന് പറയുന്ന സമയത്താണ് ഈ ദൃശ്യങ്ങൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ PJ വിൻസെന്റ്, ആദ്യം അമേരിക്ക പറഞ്ഞ കാര്യം, ഇസ്രായേൽ പറഞ്ഞ കാര്യം ഇറാനിലെ ഒരു ഭരണമാറ്റം വേണമെന്നുള്ളതാണ്. അതുണ്ടായില്ല. രണ്ടാമത് അവർ പറഞ്ഞു ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന്. ഇറാൻ
കീഴടങ്ങിയില്ല എന്ന് മാത്രമല്ല പ്രതിരോധിക്കാനും ആക്രമിക്കാനും തുടങ്ങി. മൂന്നാമത് പറഞ്ഞു, നിങ്ങൾ പുതിയൊരു നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ അമേരിക്കയ്ക്ക് ഒരു സേ വേണമെന്ന്. അതും ഉണ്ടായില്ല. ഇപ്പോൾ നാലാമത് പറയുകയാണ് 20 തവണ ഇരട്ടിയുള്ള പ്രഹരശേഷിയായിരിക്കും ഇനി നേരിടേണ്ടി വരിക എന്ന്. ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? അമേരിക്ക എന്താണ് ആഗ്രഹിക്കുന്നത്? അമേരിക്കയുടെ പ്ലാൻ എന്താണെന്ന് പോലും ഒരു ക്ലാരിറ്റി ഇല്ലേ? ഇല്ല, അതിൽ ട്രംപിൻ്റെ പണി പാളിയോ എന്നുള്ളതാണ് ചോദ്യം. ട്രംപിൻ്റെ പണി എന്താണ്, അവരെന്താണ് ആലോചിച്ചതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പുറമേ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആ രാജ്യത്തിൻ്റെ യഥാർത്ഥത്തിൽ അവരെന്താഗ്രഹിക്കുന്നു അത് അവിടുത്തെ മിലിറ്ററി കോംപ്ലക്സാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ എല്ലാ രൂപഭാവങ്ങളും ഇപ്പോൾ അമേരിക്ക കാണിക്കുന്നുണ്ട്. അത് എക്കാലത്തും അമേരിക്ക അങ്ങനെ തന്നെയായിരുന്നു. അതിൽ മാന്യന്മാരായിട്ടുള്ള ചില പ്രസിഡന്റുമാർ, ഒബാമയെ പോലെയുള്ളവരുടെ കാലം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ സാമ്രാജ്യത്വ സ്വഭാവം അത് കാണിച്ചിരുന്നു. അധിനിവേശത്തിലൂടെയും മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും സ്വാധീന മേഖലകളിൽ വികസിക്കുക, സ്വാധീന മേഖലകൾ വികസിപ്പിച്ച് ആ പ്രദേശങ്ങളിൽ നിന്ന് വിഭവങ്ങളെയും മനുഷ്യവിഭവത്തെയും അടക്കം കൊണ്ടുവന്ന് ആ രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുക. ഇത് അടിസ്ഥാനപരമായി വികസിത മുതലാളിത്ത രാജ്യങ്ങളും അതിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയും ചെയ്തു വരുന്ന കാര്യമാണ്. അതിന് ലോകത്തിൽ എവിടെയൊക്കെ അവരെ ഇടപെടാൻ സാധിക്കും അവിടെയെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കും. പശ്ചിമേഷ്യയിലും ആ രൂപത്തിലുള്ള ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്. അതിൽ ട്രംപിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഏറ്റവും മാന്യനായ അമേരിക്കൻ പ്രസിഡന്റാണ് എന്ന് പറയേണ്ടി വരും. കാരണം യഥാർത്ഥത്തിലുള്ള അമേരിക്കക്കാരൻ്റെ സ്വഭാവമാണ് ട്രംപ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിനു മുമ്പുള്ള പ്രസിഡന്റുമാർ യഥാർത്ഥത്തിൽ ജനാധിപത്യം, മാനവികത, മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ് മനോഹരമായ പഞ്ചാര വർത്താനങ്ങളിൽ പൊതിഞ്ഞിട്ടാണ് അമേരിക്കയുടെ അധിനിവേശ ത്വരയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു പോളിഷ്ഡായ വാക്കുകളുമില്ലാതെ നേരിട്ട് അക്രമത്തിലേക്ക് തോന്നിയത് ചെയ്യും, അധികാരം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചില കണക്കുകൾ. ഇപ്പൊ കുവൈറ്റിൽ തകർന്നു വീണത് അമേരിക്കയുടെ 3 F-15 വിമാനങ്ങളാണ് എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ഈ അമേരിക്കയുടെ റീഫ്യൂലിംഗ് പ്ലെയിനുകൾ, അതിപ്പോ ഇന്ത്യയുടെ പക്കൽ ഏറ്റവും, എന്റെ കണക്ക് ശരിയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പക്കൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 6 എയർ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യക്കുള്ളത്. അമേരിക്കയുടെ 7 എണ്ണം ഇതിനോടകം തന്നെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡാമേജ് വരുത്താനോ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ഈ രീതിയിൽ ഒരു പ്രതിരോധം, ആക്രമണം ഉണ്ടാകുമെന്ന്? അവിടെയാണ് പണി പാളിയത്? അല്ല, അക്രമവും പ്രതിരോധവും വളരെ കൃത്യമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഇറാന്റെ സാധ്യതയെ സംബന്ധിച്ച് ഒരു പക്ഷേ നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നതിനേക്കാൾ അധികം വിവരം അമേരിക്കയ്ക്കില്ലെങ്കിലും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനു ചുറ്റുമുള്ള ഗൾഫ് മേഖലയിലെ അമേരിക്കൻ അസറ്റുകൾ, അമേരിക്കയുടെ സാമ്പത്തിക കേന്ദ്രങ്ങൾ, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ, ഇത് അതിൽ എത്രമാത്രം ഇറാന് സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ട്. അപ്രതീക്ഷിതമാണ് എന്നത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇറാൻ്റെ സകല മേഖലയിലും നുഴഞ്ഞു കയറാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആയത്തുല്ല അലി ഖംനേയി എവിടെയുണ്ട് എന്നുള്ളത് അവർക്കറിയാം. അല്ലെങ്കിൽ പ്രസിഡന്റ്, ഈ പെഷസ്കിൻ പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഇൻവൈറ്റി ആയിട്ട് പങ്കെടുക്കുന്ന ഹമാസിൻ്റെ നേതാവിനെയാണ് അവർ കൊലപ്പെടുത്തുന്നത്. അങ്ങനെ പ്രിസൈസ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇറാൻ്റെ മുക്കിലും മൂലയിലും മൊസാദിൻ്റെയും ഏജന്റുമാർ അവർക്കുണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സിൻ്റെ കപ്പാസിറ്റി, അതുപോലെ അവരുടെ മിസൈൽ റേഞ്ചുകൾ എവിടെ ഇരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണ അവർക്കുണ്ടാകും. കാരണം ഇറാന് പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പൊ സ്ട്രൈക്കിംഗ് പവർ കപ്പാസിറ്റി എടുക്കുമ്പോൾ 16ാം സ്ഥാനത്താണ് ഇറാനുള്ളത്. 15ാം സ്ഥാനത്ത് ഇസ്രായേൽ 15ാം സ്ഥാനത്താണ്. അപ്പോൾ ആ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി സംബന്ധിച്ച് നല്ല ധാരണ ഈ രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇറാൻ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മളെയും ബാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഭാസ്കർ രാജ് മുന്നോട്ട് വെച്ച കാര്യം വളരെ പ്രസക്തമായി തോന്നുന്നുണ്ട്. അതൊന്ന് പറഞ്ഞുകൊട്ടെ. കാരണം നമ്മളിവിടെ വലിയ പാനിക്കായതിൻ്റെ കാര്യം ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ ഭരണപരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഒരു 4 കപ്പൽ ഇങ്ങോട്ട് വരാൻ 15 ദിവസത്തിനൊക്കെ ഇവിടെ എങ്ങനെ ഇത്രയും വലിയ ഇതുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ കരിഞ്ചന്തക്കാരും
ഹോട്ടൽ ഉടമകൾ അടക്കം ചേർന്നിട്ട്. കാരണം ഇതിന് ഗ്യാസ് കിട്ടാനില്ല, ആകെ പ്രതിസന്ധി. ഇതിൻ്റെ ഭാഗമായി ആഹാര സാധനങ്ങളുടെ വില കൂട്ടും. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് സാധാരണക്കാരിലേക്ക് വരികയാണ്. അതുകൊണ്ട് വളരെയധികം ആ കാര്യം നമ്മൾ ഊന്നി പറയേണ്ട കാര്യമാണ്. ഇതെനിക്ക് തോന്നുന്നത് കൃത്രിമമായി ഉണ്ടാക്കിയതല്ലേ. വലിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ കരിഞ്ചന്തയിൽ ഇഷ്ടം പോലെ സാധനം കിട്ടാനുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ പ്രതിസന്ധി ഇല്ല എന്നല്ല. ഞാൻ താങ്കളിലേക്ക് അതിഥികളിലേക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് ഒരു ദൃശ്യം കൂടി പ്രേക്ഷകരെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലേക്ക് ഒന്ന് പോവുകയാണ്. ഉത്തർപ്രദേശിലെ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് തോന്നുന്നു. ഇത് കാൺപൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ പോലീസ് ഒരു ഭാഗത്ത് അനൗൺസ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു ഇന്ധനക്ഷാമവും ഇല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിരന്ന് നിന്ന് പറയുകയാണ്. പക്ഷേ തൊട്ടടുത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ സമീപത്ത് തന്നെ ഇന്ധനം വാങ്ങാൻ LPG സിലിണ്ടർ വാങ്ങാൻ പൊരി വെയിലത്ത് ക്യൂ നിൽക്കുന്ന കുറേയധികം മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. BJP സർക്കാർ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. सिलेंडर की कोई कमी नहीं है. आज जिसको नहीं मिल पाएगा सिलेंडर कल सुबह आएगा. जिसको यहाँ मिलता है यहाँ आकर लेगा. जो चुन्नीगंज से लेता था वो चुन्नीगंज जाकर लेगा. सुबह एक गाड़ी चुन्नीगंज में जाकर खड़ी होगी, वहाँ से सिलेंडर बटेगा. जिसको चुन्नीगंज से मिलती थी वो चुन्नीगंज. ഇടവേളയെടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. സൂപ്പർ പ്രൈം ടൈമിലേക്ക് തിരികെ സ്വാഗതം. നമുക്കൊപ്പം അതിഥിയായി കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ചേരുന്നുണ്ട്. സ്വാഗതം മിനിസ്റ്റർ. നിലവിൽ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമമുണ്ടോ? അതെ, വളരെ വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമല്ലേ. കേരളത്തിൽ ഗാർഹികേതര വ്യാവസായിക മേഖലകളുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് LPG സിലിണ്ടർ കിട്ടുന്നില്ലല്ലോ. അതിനെ സംബന്ധിച്ച് വളരെ പരിമിതമായിട്ടുള്ള എണ്ണമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളതിൽ തന്നെ അത്തരം മേഖലകളിലേക്ക് സിലിണ്ടർ നൽകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഗുരുതരമായ പ്രതിസന്ധി കേരളത്തിലുണ്ടായിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ഹോട്ടലുകളും സ്ഥാപനങ്ങളും എല്ലാം അടയ്ക്കുന്ന നിലയുണ്ടായിട്ട് ഇപ്പോൾ 2-3 ദിവസമായില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേന്ദ്ര ഗവൺമെൻറ് ഗാർഹികേതര സിലിണ്ടറുകൾ കൂടുതൽ അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണം, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതിനാവശ്യമായ തീരുമാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മനസ്സിലായി. മിനിസ്റ്റർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കറിയാം, ഇപ്പം നമ്മുടെ കുറേ കടകൾ, ഹോട്ടലുകളൊക്കെ അടച്ചിട്ടുണ്ട്, ഹോസ്റ്റലുകൾ അടയ്ക്കുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഒരു പരിഗണനാ പട്ടികയുണ്ട്. ആർക്ക് ആദ്യം നൽകണം? ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. റമദാൻ കാലമാണ്, നോമ്പ് കാലമാണ്, ആരാധനാലയങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകേണ്ടി വരും. അങ്ങനെ ഒരു പരിഗണനാ പട്ടിക സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടോ മിനിസ്റ്റർ? സർക്കാർ അലോട്ട്മെൻറ്റിൽ കുറവ് വന്നപ്പോൾ 20% മാത്രമാണ് ഗാർഹികേതര സിലിണ്ടറുകളുടെ അനുവദനീയമായിട്ടുള്ളൊരവസ്ഥ. അത് കണക്കിലെടുത്തുകൊണ്ട് അതിൽ ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം അതാണ് നിശ്ചയിച്ചത്. ആ നിശ്ചയിച്ച പ്രയോറിറ്റിയിൽ സ്കൂളുകൾ, ആശുപത്രികൾ, മതസ്ഥാപനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഓർഫനേജുകളടക്കമുള്ള അത്തരം യൂണിറ്റുകൾ, അതുപോലെ ജനകീയ ഹോട്ടലുകൾ, സുഭിക്ഷ ഹോട്ടലുകൾ, വിവിധ സർക്കാരിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ക്യാൻറ്റീനുകൾ, ഇങ്ങനെ തുടങ്ങി ശ്മശാനമടക്കമുള്ള മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മുൻഗണനയാണ് ഞങ്ങൾ തയ്യാറാക്കിയത്. അത് കൊടുക്കാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട കമ്പനികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടായതിൻ്റെ പിന്നിൽ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരം ഒരു മുൻഗണനയിലൂടെ മാത്രമേ നമുക്ക് പരിഹാരം കുറച്ചെങ്കിലും ആശ്വാസം പകരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുള്ളൂ. എന്നുമാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇത് കാണാതെയുള്ള മറുപടിയല്ലേ പാർലമെൻറ്റ് നടത്തിയത്. ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഓരോ സ്റ്റേറ്റിലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാതെയാണല്ലോ അദ്ദേഹം പാർലമെൻറ്റിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ പ്രസ്താവന. യാതൊരു പ്രശ്നവും രാജ്യത്തില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയല്ലേ. മലയാളിയായിട്ടുള്ള കേന്ദ്ര മന്ത്രി, പെട്രോളിയം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി സുരേഷ് ഗോപി പോലും ഇത് കാണുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന ഒരു അവസ്ഥയാണ് നമുക്കെല്ലാം ഉണ്ടാകുന്നത്. വേറൊരു കാര്യം കൂടി, ഇപ്പം ഈ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു കാര്യം, ഇത് പാനിക് ബുക്കിംഗ് നടക്കുന്നുണ്ട്. നാളെ ഈ LPG കിട്ടുമോ, പാചകവാതകം കിട്ടുമോ എന്ന് ആ ഒരു ഭയം, ടെൻഷൻ ഉള്ളത് കൊണ്ട് ആളുകൾ കൂട്ടത്തോടെ വാങ്ങുകയാണ്. അങ്ങനെയാണ് ഈ ക്ഷാമം ഉണ്ടാകുന്നത്. സാങ്കേതിക തകരാറ് കാരണം സെർവർ ഡൗൺ ആവുകയാണ്.
അതോടൊപ്പം തന്നെ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് ഇങ്ങനെയുള്ള പരാതികളും വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? സ്വാഭാവികമായി പാനിക് സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ബുക്കിംഗ് കൂടിയപ്പോൾ കമ്പനികൾ പറഞ്ഞത് സെർവറിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായതും ആ സെർവറിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു എന്നും അത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ലെന്നും ആണ് അവർ പറഞ്ഞത്. എന്നാൽ കമ്പനികൾ അത് ക്രമീകരിച്ചാൽ പോലും ഗാർഹിക മേഖലയ്ക്കല്ലേ അതിൻ്റെ പ്രാധാന്യം കിട്ടുകയുള്ളൂ, അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. ഗാർഹികേതര മേഖല കേരളത്തെ സംബന്ധിച്ച് സർവ്വസ്പർശിയല്ലേ. എല്ലാ മേഖലയിലെയും കേരളത്തിൻ്റെ ജീവിതം എല്ലാ മേഖല എടുത്തു നോക്കിയാലും ഗ്യാസ് സിലിണ്ടറിൻ്റെ അനിവാര്യത, ആവശ്യകത നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഗാർഹികേതര സിലിണ്ടറുകളുടെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള പരിഹാര മാർഗം. അതല്ലാതെ അതിലേക്ക് തീരുമാനമെടുക്കാതെ നടപടി സ്വീകരിക്കാതെ. കേരളത്തിനൊരു കേന്ദ്രമന്ത്രിയുണ്ട്, കേന്ദ്ര സഹമന്ത്രിയുണ്ട്, തൃശ്ശൂരിൽ നിന്നുള്ള ലോക്സഭാ MP ആയ സുരേഷ് ഗോപി കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം പാചകവാതക വകുപ്പിന്റെ സഹമന്ത്രിയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച്, കേരളം നേരിടുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചു. മറുപടി എന്താണെന്ന് കേൾക്കാം. പാചകവാതകം ഇല്ലാതായാൽ അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കുറഞ്ഞു വന്നാൽ പോലും പെട്ടെന്ന് ഫ്ലട്ടർ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് എല്ലാ രാജ്യത്തും ഉള്ളത്. അപ്പോൾ അത് തരണം ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി എല്ലാ രാജ്യങ്ങളുടെയും നേതാക്കളുമായിട്ട് ഇത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നതിനെ പറ്റി സംസാരിച്ച് ഇതിന് നമുക്ക് ചില ഇളവുകൾ അനുവദിച്ച് തരുന്നതിനും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ചധികം LPG വരാനുള്ള വഴി ഒരുങ്ങുന്നുണ്ട്. ശ്രീ GR അനിൽ, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി. സ്വാഭാവികമായും നമ്മുടെ പ്രയാസങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ്, നമ്മുടെ ക്ഷാമത്തിന്റെ കണക്ക് എങ്ങനെയാണ്, നമുക്ക് എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള ഈസി റൂട്ടാണ് സുരേഷ് ഗോപി. താങ്കൾ സുരേഷ് ഗോപിയുമായി, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുമായി സംസാരിച്ചോ ഈ വിഷയം? കേന്ദ്രമന്ത്രിക്ക് ഞാൻ രേഖാമൂലം കത്ത് അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രിക്ക് കൊടുത്തു. പാർലമെൻറ്റ് അംഗങ്ങളിൽ ചിലരോട് നേരിട്ട് സംസാരിച്ചു. കത്തിൻ്റെ കോപ്പി അവർക്ക് അയച്ചു കൊടുത്തു. ശ്രീ സുരേഷ് ഗോപിയോട് സംസാരിക്കാൻ 2 തവണ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. അദ്ദേഹം തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. എന്നാൽ കേന്ദ്രത്തിലെ MP-മാരോട് ഈ പെട്രോളിയം വകുപ്പിൻ്റെ മുഖ്യ ചുമതലയുള്ള മന്ത്രിമാരുമായി സംസാരിക്കാൻ പറയുകയും ശ്രീ ജോൺ ബ്രിട്ടാസും അതുപോലെ സന്തോഷ് കുമാറും 2 MP-മാരും സംസാരിച്ചതായിട്ടുള്ള മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. ശരി, വളരെയധികം നന്ദി സൂപ്പർ പ്രൈം ടൈമിൽ അതിഥിയായി ചേർന്നതിന് മിനിസ്റ്റർ. ശ്രീ രാജീവ്, ഇപ്പം മിനിസ്റ്റർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം, അതിന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട, വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ് ശ്രീ ഗുരുവായൂരപ്പൻ. എത്രയോ അധികം ആളുകൾ, അതൊരു നല്ലൊരു ഭാഗത്താണ്, കുറേ അധികം ആളുകളുടെ, ഈ നഗരത്തിലേക്ക് വരുന്ന കുറേ അധികം ആളുകളുടെ ആശ്രയമാണ്. അപ്പം നിങ്ങൾക്കൊരു ദിവസം പ്രവർത്തിക്കാൻ എത്ര സിലിണ്ടർ വേണ്ടി വരും? ഞങ്ങൾക്ക് 3 സിലിണ്ടറാണ് ആവശ്യമായിട്ട് വരുന്നത് പെർ ഡേ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പം ഹോട്ടലിൽ പ്രവർത്തിക്കാൻ, ഹോട്ടലിൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ സിലിണ്ടർ കയ്യിലുണ്ടോ? ഇല്ല, തീർന്നു കഴിഞ്ഞു. അപ്പൊ ഇന്ന് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി? ഇന്ന് ഞങ്ങൾ മെനുവിൽ വളരെയധികം മാറ്റം വരുത്തി. വിറകടുപ്പിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. അതാണ് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. 15 ഐറ്റമാണ്, 100-ൽ പരം ഐറ്റംസ് ഉള്ള മെനു ആണ്. അതിൽ നിന്നും 15 ഐറ്റം മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. സിലിണ്ടർ ബുക്ക് ചെയ്യാനോ ശ്രമിച്ചോ? അപ്പം എന്താണ് സംഭവിച്ചത്? അപ്പം സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചോ, അല്ലെങ്കിൽ പോയി വാങ്ങുകയാണ്? എന്താണ് പൊതുവെ ചെയ്യാറുള്ളത്? പൊതുവെ ഗ്യാസ് ഏജൻസിയിൽ നിന്നും റെഗുലറായിട്ട് ഓരോ ദിവസവും ഞങ്ങൾക്ക് കൊണ്ട് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും വരാറില്ല. ഇങ്ങനെ ഒരു സ്കേഴ്സിറ്റി വന്നപ്പോൾ ഞങ്ങൾ ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് യാതൊരുവിധ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷനാണ്. കാരണം 30 വർഷമായിട്ട് നമ്മൾ അവരിൽ നിന്നാണ് ഗ്യാസ് എടുക്കുന്നത് തന്നെ, ഇന്ത്യൻ ഓയിലിൻ്റെയാണ്. അപ്പോൾ അവർ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് പ്രയോറിറ്റി തരാം, പക്ഷേ ഞങ്ങളുടെ ഈ സ്റ്റോക്ക് ഇല്ല. ആ ഒരു ഉത്തരമാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ലഭിച്ചത്. ഇപ്പം ഇന്ന് മുതൽ വിറകിലേക്ക് മാറി, വിറക് കിട്ടാനുണ്ടോ? വിറക് അതും വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ അന്വേഷിച്ചു, പക്ഷേ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും കിട്ടാനുള്ള ഐറ്റംസ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ആറ്റിങ്ങൽ, നെടുമങ്ങാട്, അങ്ങനെ ഈ നമ്മുടെ ട്രിവാൻഡ്രത്തെ റൂറൽ ഏരിയയിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള വിറകാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ എത്ര ദിവസം മുന്നോട്ട് പോകാൻ പറ്റും? വളരെ ബുദ്ധിമുട്ടാണ്. അത് മാക്സിമം ട്രൈ ചെയ്യും,
അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹോട്ടൽ അടച്ചു പൂട്ടുക തന്നെ ചെയ്യും. അപ്പം ഇപ്പം ഈ വിറകാണെങ്കിലും ശരി, ജീവനക്കാരെ സംബന്ധിച്ച് ഇരട്ടിയല്ല, അതിൽ കൂടുതൽ അധ്വാനമല്ലേ? വിറകിൻ്റെ ഒരു പ്രശ്നം, ജീവനക്കാർക്ക് ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. കാരണം ചൂട് വളരെ കൂടുതലാണ്, പുക കൂടുതലാണ്, ഇതൊന്നും അവർക്ക് പരിചയമുള്ളതല്ല. ക്രമേണ അവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങാം. അതിനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. തൊഴിലാളികൾക്കും അവരുടേതായിട്ടുള്ള നിത്യവൃത്തിക്കായിട്ടുള്ള ശമ്പളങ്ങൾ വേണം. അതുകൊണ്ടിട്ടാണ് അവരുടെ ആരോഗ്യം കളഞ്ഞും അവർ നിൽക്കാൻ തയ്യാറാകുന്നത്. നമുക്കൊരു കേരളത്തിലെ ഒരു സാഹചര്യം അറിയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഹോട്ടലിൽ പ്രത്യേകിച്ചും തൊഴിലാളികളായി ജീവിക്കുന്ന കുറേ അധികം ആളുകൾ, അവർ ഒരുപക്ഷെ കൂട്ടത്തോടെയാണ് വരാറ്. അപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. ഹോട്ടലുകൾ അടയ്ക്കാൻ പോവുകയാണെന്ന് തോന്നിയാൽ അവർ മടങ്ങിപ്പോവും അവരുടെ സ്വന്തം നാടുകളിലേക്ക്. പിന്നെ തിരിച്ചു വരിക, ഇപ്പം ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചു കഴിഞ്ഞ് പിന്നെ അവർ തിരിച്ചു വരികയും ബുദ്ധിമുട്ടായിരിക്കില്ലേ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. തീർച്ചയായും ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഐറ്റംസ് ചെയ്യുന്ന ആൾക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ തിരികെ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല സാലറി കൊടുത്ത് നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുള്ള തൊഴിലാളികളാണുള്ളത്. അവർക്ക് ക്രമേണ ജോലി കുറയുകയും ശമ്പളം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ നമ്മുടെ സംസ്ഥാനം വിട്ടുപോകും. പിന്നെ വിദഗ്ധ തൊഴിലാളികളെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പി ജെ വിൻസെന്റ്, നമുക്കറിയാം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ അത് യുക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു, അമേരിക്ക പറഞ്ഞു. നിരോധനം, വിലക്ക്, തീരുവ, ഇരട്ടി തീരുവ, അധിക തീരുവ, അങ്ങനെ പലതും നടന്നു. പക്ഷേ ആ സമയത്ത് റഷ്യ ഇന്ത്യക്ക് ബാരലിന് $50 നൽകിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ യുദ്ധം വന്നു, അമേരിക്ക ഒന്നയഞ്ഞു, യൂറോപ്യൻ യൂണിയൻ മിണ്ടുന്നേ ഇല്ല. ഇപ്പോൾ നിങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കോളൂ എന്ന് അമേരിക്ക പറയുകയാണ്. പക്ഷേ റഷ്യ നയം മാറ്റുകയാണ്. ഇപ്പോൾ ബാരലിന് $90. അതെന്തുകൊണ്ടാണ്? ഇന്ത്യ സ്വീകരിച്ച നിലപാടിന്റെ പ്രശ്നമാണോ ശ്രീ പി ജെ വിൻസെന്റ്? അല്ല, തീർച്ചയായിട്ടും ഈ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ അന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ കൊടുത്തിട്ടുള്ള ഒരു മറുപടി വളരെ പ്രസക്തമായിരുന്നു. അപ്പോൾ ഇന്ത്യക്കെതിരെ ഇന്ത്യയോട് എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ സന്ദർഭത്തിലും യൂറോപ്യന്മാർ വാങ്ങിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം റഷ്യയുടെ പാചകവാതകവും അതുപോലെ അവരുടെ എണ്ണയും വാങ്ങിക്കൊണ്ടിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയോട് നിങ്ങൾ വാങ്ങിക്കരുതെന്ന് പറയുന്നത്. അത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. പക്ഷേ അത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സന്ദർഭത്തിൽ റൂബിൾ ടു റുപ്പി എന്ന നിലയ്ക്ക് നമ്മൾ എണ്ണ വാങ്ങി, അതിനുശേഷം യുവാൻ കൊടുത്ത് എണ്ണ വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അത് അന്നത്തെ ഒരു സാഹചര്യം വളരെ പ്രധാനമായിരുന്നു. 2022 ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യ ഏറെക്കുറെ സമ്പൂർണ്ണമായിട്ടുള്ള എണ്ണ ഉപരോധം നേരിടുകയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് റഷ്യൻ എണ്ണ വലിയ രൂപത്തിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ സഹായകമായ രീതിയിൽ എണ്ണയ്ക്ക് വില കുറയ്ക്കുകയും റൂബിൾ എന്ന നിലയ്ക്ക് ട്രാൻസാക്ഷൻ നടത്താൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള എണ്ണ വിലക്കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ മാറി. വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണ അമേരിക്ക നേരിട്ടെടുത്ത് ലോകത്തെമ്പാടും വിതരണം ചെയ്യുമെന്ന് പറഞ്ഞത്. വെനിസ്വേലൻ എണ്ണ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും പ്രായോഗികമായിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 80% എണ്ണ പുറമേ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിൽ പാചകവാതകമാണെങ്കിൽ ഏകദേശം 35%. അപ്പം അതിൽ തന്നെ നമുക്ക് മൊത്തം ആവശ്യമായ പാചകവാതകത്തിൻ്റെയും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെയും 40% നമ്മൾ ഖത്തറിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്. ഖത്തറിൽ ആക്രമണം ഉണ്ടായ സമയത്ത് അവർ പ്രൊഡക്ഷൻ തന്നെ നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ തന്നെ റഷ്യ അമേരിക്ക ബന്ധങ്ങളിൽ തന്നെ ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ട്രംപ് ഉക്രൈനുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിച്ചിട്ട് ഇറാനിലേക്ക്, ഗൾഫ് മേഖലയിലേക്ക് തിരിയുക എന്ന സ്ട്രാറ്റജി ആയിരുന്നു അവർക്കുണ്ടായിരുന്നെന്ന് മൈക്കൽ ഗെർസിനെ പോലുള്ള ആളുകളൊക്കെ എഴുതുകയുണ്ടായി. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഒരു ആക്രമണം, അതായത് ഒമാൻ്റെ അധ്യക്ഷതയിൽ 3 വട്ട ചർച്ച നടക്കുന്നതിനിടയിലാണ് ഏകപക്ഷീയമായ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അത് ഒരുപക്ഷെ ട്രംപിൻ്റെ പദ്ധതികളെ പോലും അട്ടിമറിച്ചുകൊണ്ട് സയനിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ ഇസ്രായേൽ മുന്നിട്ടിറങ്ങിയതിൻ്റെ ഫലമായിരിക്കും. ഇതൊരു പാനിക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കോവിഡ് ഉണ്ടായ സമയത്ത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്, മുഖംമൂടി, നമ്മുടെ മാസ്കിന് വേണ്ടിയിട്ടും സാനിറ്റൈസറിന് വേണ്ടിയിട്ടും ആളുകൾ വലിയ ക്യൂ നിൽക്കുകയും കയ്യിൽ ആവശ്യത്തിലധികം മാസ്കുകൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. വല്ലാത്ത പാനിക്കായിരുന്നു.
അപ്പോൾ ഈ യുദ്ധം ഫെബ്രുവരി 28 ആരംഭിച്ചതാണ്. ആയത്തുള്ള അലി ഖമേനെയിനെ 28 കൊലപ്പെടുത്തി. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ നമ്മുടെ ഗ്യാസ് പോയത് ഇപ്പോഴാണ്, നമ്മളിപ്പോഴാണ് അത് അനുഭവപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാകാതെ ഗവൺമെന്റുകൾക്ക് അത് മാനേജ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ കേരള ഗവൺമെന്റിന് അത് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കോവിഡ് കാലത്തൊക്കെ എത്ര സുന്ദരമായിട്ടാണ് കേരള ഗവൺമെന്റ് മാനേജ് ചെയ്തത്. അപ്പോൾ ഈ പ്രതിസന്ധിയും ഒരുപക്ഷെ മാനേജ് ചെയ്യാൻ കേരള ഗവൺമെന്റിന് സാധിക്കും. പക്ഷേ ഈ ഗ്യാസും അതുപോലെ ലിക്വിഫൈഡ് LPG മാർച്ച് 13 തീയതി സുൽത്താനേറ്റ് ഓഫ് ഒമാൻ ഇറക്കിയ ശ്രീ ഭാസ്കർ രാജ് മാർച്ച് 13 സുൽത്താനേറ്റ് ഓഫ് ഒമാൻ ഇറക്കിയ ഒരു ട്രാവൽ അഡ്വൈസറിയാണ്. അത് അഡ്വൈസറി ലെവൽ റിമെയിൻസ് at 3 എന്നുള്ളതാണ്. റീകൺസിഡർ ട്രാവൽ ടു ഒമാൻ ഡ്യൂ ടു റിസ്ക് ഓഫ് ആംഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് ടെററിസം എന്നുള്ളതാണ്. ഇത് അമേരിക്ക അവരുടെ നോൺ എമർജൻസി ആയിട്ട് ഉള്ള ആളുകൾ, അവിടെയുള്ള അമേരിക്കൻ പൗരന്മാർക്ക് നൽകിയൊരു നിർദ്ദേശമാണ്. അങ്ങനെ എന്തെങ്കിലും ഭീതിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ഒമാനിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടെന്നുള്ളതാണ് തീർച്ചയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ദുബൈയുടെ ഒരു ട്രാവൽ അഡ്വൈസറി ഉണ്ടായിരുന്നു. അഡ്വൈസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അഡ്വൈസറി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലുള്ളതായ ഒരു ക്രൈസിസ് ഉണ്ട്. യാത്രയുടെ കാര്യത്തിൽ ആളുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, മറ്റു കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ UAE ഇക്കോണമി, ഞാനത് ആവർത്തിച്ച് പറയുകയാണ്, UAE ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 2008 വലിയൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു, അത് ഓവർകം ചെയ്തു. പിന്നെ അതിനുശേഷം കോവിഡ് ഉണ്ടായതിനു ശേഷം അത് ഓവർകം ചെയ്തു. അപ്പോൾ UAE ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വളരെ റെസിലിയൻ്റ് ആയ ഒരു ഇക്കോണമിയാണ്. പിന്നെ കൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അറബ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിലൊന്നും ഇതുവരെ ഇത്രയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഒന്നുപോലും തിരിച്ച് ഇറാനെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. അവർ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം UAE പ്രസിഡന്റ് തന്നെ അപ്പീൽ ചെയ്യുകയായിരുന്നു, ഞങ്ങളെ സ്പെയർ ചെയ്യണം എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി, അപ്പോൾ നമുക്കറിയാം അമേരിക്ക എപ്പോഴും ഇറാൻ ലക്ഷ്യമിട്ടുകൊണ്ടിരുന്നത് അമേരിക്കൻ ബേസുകളെ മാത്രമാണ്. അല്ലാതെ സിവിലിയനിലൊക്കെ വന്നേക്കുന്ന പലപ്പോഴും അവിടെ ഈ ഡ്രോൺ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്ത സമയത്തുണ്ടായ ഡെബ്രി വീണിട്ടാണ് ഈ അപകടങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീ എമർജ് ചെയ്യാൻ പോകുന്ന ഇക്കോണമി എന്ന് പറയുന്നത് UAE ആയിരിക്കും. അതേ പറഞ്ഞത്. പിന്നെ ഒമാനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UAE-യിലേക്ക് യാത്ര ചെയ്യേണ്ടവർ പലപ്പോഴും ഒമാൻ വഴി യാത്ര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അമേരിക്കൻ സിറ്റിസൺസിന് വേണ്ടി മാത്രമായിരുന്നു അവരത് കൊടുത്തിട്ടുണ്ടായിരുന്ന അഡ്വൈസറി. അത് നേരത്തെ തന്നെ അമേരിക്കൻ സിറ്റിസൺസിനെ പറ്റി UAE-യിലാണെന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരോടെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നേരത്തെ നിങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ അമേരിക്കൻ ബാങ്കുകളെയും അമേരിക്കൻ സ്ഥാപനങ്ങളെയുമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ള കാരണം കൊണ്ട് മാത്രമായിരുന്നു. കാരണം DIFC-യിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേ കാരണം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അഡ്വൈസറി വരുന്നത് അമേരിക്കൻ സിറ്റിസൺസിനെ, ഇതിന്റെ എല്ലാം അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണത്. പിന്നെ മറ്റൊന്ന് നേരത്തെ മിസ്റ്റർ വിൻസെന്റ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഇൻഡസ്ട്രി, അതായത് ഈ എണ്ണ വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെനസ്വേലയിൽ ചെയ്തതുപോലെ തന്നെ ക്രമേണ അവർക്ക് US-ന്, പ്രത്യേകിച്ച് ട്രംപിന്, ഈ ഓയിൽ ഇൻഡസ്ട്രിയിലുള്ളതായ കൺട്രോൾ ഉണ്ടാക്കുക, അതായത് എണ്ണ വ്യാപാരത്തെ കൺട്രോൾ ചെയ്തതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്തത്. അൾട്ടിമേറ്റ്ലി നമ്മൾ കാണാൻ പോകുന്നത് അത് തന്നെയാണ്. അതായത് അവിടെ ഒരു റെജീം ചേഞ്ച് വന്നാൽ പോലും ഞങ്ങൾ നിയന്ത്രിക്കും എന്നുള്ളത് കാര്യം വെനസ്വേലയിൽ ചെയ്ത അതേ പദ്ധതി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറയാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഭരണാധികാരി ആരാകണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇറാനിലും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിച്ച അദ്ദേഹത്തിന്റെ പണി പാളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരി. ശ്രീ ജോസഫ് ആന്റണി, ഇന്ന് രാവിലെ ഫോക്സ് ന്യൂസിന് ഡൊണാൾഡ് ട്രംപ് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അഭിമുഖമല്ല, ഫോണിൽ വിളിച്ചു. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കുകയാണ്, എന്നായിരിക്കും ഈ യുദ്ധം അവസാനിക്കുക, വെൻ വിൽ ദിസ് വാർ സ്റ്റോപ്പ് എന്നാണ് ചോദ്യം. അപ്പം ട്രംപിന്റെ മറുപടി, വെൻ ഐ ഫീൽ ലൈക്ക്, എനിക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ അവസാനിപ്പിക്കുമെന്ന്. ഇവിടെ ലോകത്തെ ഓരോ രാജ്യങ്ങളെയും ഓരോ പൗരന്മാരെയും കോടിക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന വിഷയമായി ഈ യുദ്ധം മാറിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുകയാണ്. ഇറാനിൽ ഇതിനോടകം തന്നെ 2500-ലധികം മനുഷ്യർ മരിച്ചു കഴിഞ്ഞു. ഇനി എത്ര എന്ന കണക്ക് നമ്മുടെ മുന്നിലില്ല. കുട്ടികൾ. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ചരിത്രം എങ്ങനെയായിരിക്കും ഡൊണാൾഡ് ട്രംപിനെ അടയാളപ്പെടുത്തുക? ഞാൻ എൻ്റെ ചർച്ച തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആര് ശ്രദ്ധിച്ച് കാണും, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 ശേഷം ഇത്രയും അപകടകാരിയായിട്ടുള്ള ഒരു ഭരണാധികാരി ലോകത്തുണ്ടായിട്ടില്ല.
നമ്മൾ ഒന്ന് നോക്കൂ, എന്താണ് ഇപ്പോൾ ഈ വെനസ്വേലയിലും ഇറാനിലും അദ്ദേഹം പ്രവർത്തിക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഞങ്ങൾ പറയുന്നൊരു വാചകമുണ്ട്, വാർ ബൈ ഡീക്യാപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, മറ്റൊരാൾ ഭരണാധികാരിയുണ്ട്, എൻ്റെ രാജ്യത്തിനും ആ മറ്റൊരു രാജ്യത്തിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ അന്തർദേശീയ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാനും ആ ഭരണാധികാരിയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. ഞാനും ആ ഭരണാധികാരിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുന്നില്ലെങ്കിൽ മൂന്നാമത്, ഇപ്പോൾ ഈ ഇറാനും അമേരിക്കയുടെയും പ്രതിനിധികൾ ഒമാൻ്റെ മധ്യസ്ഥയിൽ ചർച്ച ചെയ്തതുപോലെ മൂന്നാമത്തെ ആൾ വന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ അന്തർദേശീയ സ്ഥാപനങ്ങൾ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് അതായത് ലോകം ഇങ്ങനെ സമാധാനപരമായി നിലനിന്ന് പോകുന്നത് ഇങ്ങനെയുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ധാരണ എന്താണ്? ഞാൻ നിങ്ങളുടെ പരമാധികാരം അംഗീകരിക്കും, നിങ്ങൾ എൻ്റെ പരമാധികാരം അംഗീകരിക്കും. ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ ഇടപെടില്ല, നിങ്ങൾ എൻ്റെ രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടില്ല. ഇങ്ങനെയുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ് 145 കോടി ജനങ്ങളുള്ള ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള, അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും ചെറിയ 10,000, 50,000, 1 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ചെറിയ ചെറിയ പലാവു, നൗരു പോലെയുള്ള രാജ്യങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും അവരുടെ പരമാധികാരം അംഗീകരിക്കുന്നു. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? എനിക്ക് മറ്റൊരു രാജ്യവുമായി ശത്രുതയുണ്ട് എങ്കിൽ ഞാൻ ചെയ്യുന്ന എന്താണ്? എനിക്ക് ശത്രുതയുള്ള രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ മുഴുവൻ കൊലപ്പെടുത്തുന്ന, ഇല്ലാതെ ഫിസിക്കലി എലിമിനേറ്റ് ചെയ്യുന്ന വാർ ബൈ ഡീക്യാപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കൂ. എനിക്ക് ശത്രുതയുള്ള ഒരു ഭരണാധികാരിയെ ഞാൻ ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയം ലോകത്തുണ്ട് എങ്കിൽ ആ രാഷ്ട്രീയത്തെ നമ്മൾ ഒരു നോമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ, അതൊരു സാധാരണഗതിയിലുള്ള ഒരു ചട്ടമായി മാറ്റുന്നുണ്ടെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എന്തെല്ലാം തർക്കങ്ങളുണ്ട്. ആ ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നും ഷഹബാസ് ഷെരീഫിനെ കൊന്നുകളയാം എന്ന് പറഞ്ഞിട്ട് ആക്രമണം നടത്താൻ കഴിയുമോ? അതല്ല, ഷഹബാസ് ഷെരീഫിന് പ്രധാനമന്ത്രി മോദിയെ കൊന്നുകളയാം എന്ന് പറഞ്ഞിട്ടൊരു ആക്രമണം നടത്താൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ, അതായത് നിങ്ങളുടെ ശത്രുവിനെ കൊന്നുകൊണ്ട് രാഷ്ട്രീയം നടപ്പിലാക്കുക എന്ന് പറയുന്ന ഏറെ അപകടകരമായ രാഷ്ട്രീയം നടപ്പിലാക്കുന്ന 2 രാജ്യങ്ങളാണ് അമേരിക്കയും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ബ്രഹ്മചെല്ലാനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു അന്തർദേശീയ വിദഗ്ധനാണ് ബ്രഹ്മചെല്ലാനി. ആ ബ്രഹ്മചെല്ലാനി അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹം ഹിറ്റ്ലറെക്കാൾ വലിയ ഭീകരനായ ഭരണാധികാരിയാണ്. ഇദ്ദേഹം വെനസ്വേലയിലും ഇപ്പോൾ ഇറാനിലും നടപ്പിലാക്കുന്ന ആ ആക്രമണ രീതി അംഗീകരിക്കപ്പെട്ടാൽ, ലോകമൊട്ടാകെ അംഗീകരിക്കപ്പെട്ടാൽ, ലോകം അരക്ഷിതാവസ്ഥയിലേക്കും അരാജകാവസ്ഥയിലേക്കും ഭയങ്കരമായ പ്രതിസന്ധിയിലേക്കും പോകും. കാരണം ഇത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് എനിക്കെതിരായിട്ട് ശത്രുതയുള്ള രാജ്യത്തിൻ്റെ ഞാനും ഈ വാർ ബൈ ഡീക്യാപിറ്റേഷൻ കൊന്നുകൊണ്ട് ഇല്ലാതാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ട്രംപ് കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡീക്യാപിറ്റേഷൻ നടത്തി, അതായത് മുകളിലുള്ള എല്ലാ നേതാക്കളെയും എലിമിനേറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ ഡീക്യാപിറ്റേറ്റ് ചെയ്തിട്ടും ട്രംപ് എന്താണോ ആഗ്രഹിച്ചത്, ഇസ്രായേൽ എന്താണോ ആഗ്രഹിച്ചത്, അതുണ്ടായില്ല. പുതിയ നേതൃനിര വരികയാണ്. അതേ രീതിയിൽ പിന്നോട്ട് പോകാതെ, നിലപാടിൽ പിന്നോട്ട് പോകാതെ. അപ്പോൾ ഇനി ഡീക്യാപിറ്റേറ്റിംഗ് ആ സ്ട്രാറ്റജി വർക്ക് ചെയ്തോ ശരിക്കും? അല്ല, അത് വർക്ക് ചെയ്തില്ലല്ലോ. വർക്ക് ചെയ്യാതിരുന്ന അവർ വിചാരിച്ചു, അതായത് ട്രംപ് എന്ന് പറയുന്ന ഈ ഭരണാധികാരി ഒരു ഇന്റർനാഷണൽ ഗാങ്സ്റ്ററാണ്, മലയാളം പറഞ്ഞ അന്തർദേശീയ ഗൂണ്ടയാണ്. ഈ ഗൂണ്ടകൾക്കുള്ളൊരു കുഴപ്പം, അവരവരുടെ മസിൽ പവറിലാണ് വിശ്വസിക്കുന്നത്. അവർക്ക് വിവേക ബുദ്ധിയില്ല. ഈ മസിൽ പവർ കൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഏറ്റവും ശക്തമായ ആയുധം, എപ്പോഴും അമേരിക്കൻ ട്രംപ് പറയും ഞങ്ങളുടെ ഏറ്റവും പവർഫുൾ വെപ്പൺസ് ആണ്, ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും ശക്തമായ ആയുധമുണ്ട്, അതുകൊണ്ട് എന്തും ചെയ്തു കളയാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറാഖിൽ അമേരിക്ക അങ്ങനെ ചിന്തിച്ചു, അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ ചിന്തിച്ചു, പിന്നെ ലിബിയയിൽ അങ്ങനെ ചിന്തിച്ചു, വിയറ്റ്നാമിൽ അങ്ങനെ ചിന്തിച്ചു. അതായത് ബ്രൂട്ട് ഫോഴ്സ് കൊണ്ട് എന്തും നടത്തിക്കളയാം, ഭരണമാറ്റം വരെ നടത്തിക്കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെന്നിടങ്ങളിലെല്ലാം കൈപൊള്ളിയ അനുഭവമാണ് അമേരിക്കയ്ക്കുള്ളത്. കൈപൊള്ളുക മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന പോലെ, അതായത് നിത്യജീവിന് എല്ലാ ദിവസവും അധ്വാനിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളുടെ അടുക്കളയിൽ വരെ പ്രതിസന്ധി എത്തിച്ചിരിക്കുന്നു ഈ ഭരണാധികാരി. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ രാജീവ്, ഇപ്പോൾ ഒരു ഹോട്ടൽ അടച്ചു എന്ന് പറഞ്ഞാൽ അത് ബാധിക്കുക ആ ഹോട്ടൽ ഉടമയും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെയും മാത്രമല്ല, അവിടെ കഴിക്കാൻ വരുന്ന ആളുകളെ ബാധിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഹോട്ടൽ എന്തൊക്കെ വിഭവങ്ങൾ, ഇറച്ചി വിൽക്കുന്ന ആൾ, പച്ചക്കറി വിൽക്കുന്നയാൾ, മുട്ട വിൽക്കുന്നയാൾ, അങ്ങനെ പലതരത്തിൽ പല മനുഷ്യരെ ഒരു ഹോട്ടൽ അടച്ചാൽ, ഒരൊറ്റ ഹോട്ടൽ അടച്ചാൽ എത്ര ആളുകളെ, എത്ര ജീവിതങ്ങളെ, എത്ര കുടുംബങ്ങളെ ബാധിക്കും? ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ ഹോട്ടൽ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം 100ഓളം മനുഷ്യജീവനുകളെയാണ് ഇത് ബാധിക്കുന്നത്. ഇതുപോലെ നമ്മുടെ സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരാളുടെ കാര്യം, ഇത് ഏകദേശം 60% ഹോട്ടലുകൾ അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് പച്ചക്കറി, മീൻ, മുട്ട, പാല്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിമാൻഡില്ല. അവരെന്ത് ചെയ്യും? ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെല്ലാം എന്ത് ചെയ്യും?
അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അത് ഗവൺമെൻറ് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. നമ്മുടെ ഇൻഡസ്ട്രിക്ക്, അതായത് ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്കും ഇന്ധന ലഭ്യത, LPG ലഭ്യത ഉറപ്പാക്കണം. ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു, നമ്മുടെ അനിൽ മിനിസ്റ്റർ പറഞ്ഞത് ബാക്കിയുള്ള സെക്ടേഴ്സ് ഉണ്ട്, സ്കൂള്, ഹോസ്റ്റൽസ്, അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് എല്ലാം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ പബ്ലിക്കിന് ആഹാരം കഴിക്കുന്ന നമ്മുടെ ഹോട്ടൽസിനും ഒരു പെർസെൻറ്റേജ് നീക്കി വെക്കണമെന്നാണ് എൻ്റെ എളിയ റിക്വസ്റ്റ്. മനസ്സിലായി. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ നമുക്ക് എന്താണെന്ന് ചിന്തിച്ചവരുണ്ട്. കപ്പൽപ്പട കടലിൽ നങ്കൂരമിട്ടെന്ന് പറഞ്ഞപ്പോഴും കുലുങ്ങിയിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ യുദ്ധം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരെയും ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അത് എയർപോർട്ടുകളെ ബാധിക്കുന്നു. എല്ലാ രീതിയിലും നമ്മുടെ വീട്ടിലേക്ക് ഈ യുദ്ധം എത്തുകയാണ്. അടുക്കളയിലേക്ക് യുദ്ധം പടരുകയാണ്. തീയെരിയാത്ത യുദ്ധത്തിന് നമ്മുടെ നാടും നഗരവും എല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു പ്രതിസന്ധിയും ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് കടന്നു വരുന്ന ക്രൂഡ് ഓയിലിലാണ് സകല പ്രതീക്ഷകളും ഉള്ളത്. കേരളം പുകയുമ്പോൾ ഗ്യാസുകാരന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ ഒരാൾ മാത്രം ശരിക്കും ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയാണ്. ഇങ്ങനെ ഒരു വകുപ്പിൽ അങ്ങനെ ഒരു മന്ത്രിയുണ്ട്, സുരേഷ് ഗോപിയാണ്. വാണിജ്യ സിലിണ്ടറിൽ ഈ പ്രതിസന്ധി തീരുമോ എന്നുള്ളതാണ് ചോദ്യവും ആശങ്കയും. ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി എല്ലാ പ്രിയപ്പെട്ട പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.